പ്രപഞ്ചത്തിലും ശരീരത്തിലും ഇത് രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തികളും ശരീരത്തിലുണ്ട്, ശരീരത്തിലുള്ള എല്ലാ ശക്തികളും തന്നെയാണ് പ്രപഞ്ചത്തിലുള്ളത്. ഗംഗയും ഹിമാലയവും കേദാരവും ഒക്കെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും ശാസ്ത്രീയമായി തന്നെ. അപ്പോൾ ആ ശക്തികളെ തിരിച്ചറിഞ്ഞ് അതിനെ അനുഗ്രഹദായിയായി എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ള പദ്ധതി കണ്ടെത്തിയ ഋഷിമാർ അതിനു വേണ്ടിയിട്ടാണ് ആ എനർജികളെ ദേവതാ രൂപമാക്കിയിട്ട് ഓരോ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ അനുഷ്ഠാന പദ്ധതികളിലൊക്കെ ന്യസിക്കുകയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വഴിയിൽ നമ്മൾ ഉപാസിച്ചാൽ സാധാരണയിൽ കവിഞ്ഞ ബുദ്ധിശക്തി, മേധാശക്തി, ആരോഗ്യം, മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പുരാതന ഭാരതം ഈ സമ്പത്തും അറിവും ഒക്കെ ഉണ്ടാക്കിയത്. അതിന് ആധാരമായിട്ടുള്ള എനർജിയെ ഉപാസിച്ച് ആ എനർജിയുടെ പ്രഭാവം നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ സമൃദ്ധിയെ സൃഷ്ടിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ദേവതകളാണ് ഈ ക്ഷേത്രങ്ങളിലുള്ളതൊക്കെ. ഈശ്വരൻ എല്ലാം ചേർന്നതാണ്, മുഴുവൻ പ്രപഞ്ചവുമാണ് ഈശ്വരൻ. നമ്മളും ആ ഈശ്വരനാണ്, ഈ പുല്ലും ഈശ്വരനാണ്, ചെടിയും ഈശ്വരനാണ്, എല്ലാം ഈശ്വരനാണ്. അത്